കേക്കിൽ എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ജപജപ എന്നായിരുന്നു കേട്ടോ മറുപടി. ആദ്യം ഞാൻ കരുതിയത് എന്നെ കളിയാക്കുവാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് കേക്കിൽ എഴുതേണ്ടത് ഇതാ ഇങ്ങനെയാണെന്ന്. എന്താണ് കാര്യം എന്നൊന്നും ഞാൻ ഡീറ്റെയിൽസ് ഒന്നും തിരക്കാൻ നിന്നില്ല. അപ്പോൾ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് രാംനാഥ് ആയിരുന്നു. ഉച്ചയ്ക്ക് ജോലിയെല്ലാം ഒതുക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുറിയിലോട്ട് കയറിയതാണ്. അന്നേരമാണ് കോൾ വരുന്നത്, ചേച്ചി കേക്ക് വേണം, വൈകുന്നേരത്തേക്ക് തന്നാൽ മതി, വൈകുന്നേരം ഞാൻ എടുക്കാൻ വരാം, ചേച്ചി ഒന്ന് ചെയ്ത് വെച്ചേക്കണേന്ന്. എഴുതേണ്ടത് ഞാൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിളിച്ച് പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 മണിയായപ്പോൾ ഞാൻ എന്നെ വിളിച്ചപ്പോഴാണ് ഇതാ ഇങ്ങനെ എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ ഞാനങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതേപോലെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചിരി അടക്കി പിടിച്ചെഴുതിയ കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെനിക്ക് എഴുതാനുണ്ടായിരുന്നത് തക്കാളി എന്നായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ അല്ലല്ലോ ഇങ്ങനെയുള്ള ഇരട്ടപ്പേഴും കാര്യങ്ങളും ഒക്കെ കേക്കിൽ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എന്തായാലും ഒരു ചിരി വരാതിരിക്കില്ല. അപ്പോൾ കുറേ കമൻറ്റ് കണ്ടു, ഇതിലൊന്നും ചിരിക്കാനില്ലല്ലോ, ഞങ്ങൾക്ക് ചിരി തോന്നുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അന്നേരം ചിരി തോന്നിയിട്ടുണ്ടായിരുന്നു.